ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ. നമുക്ക് എഫ് ആൻഡ് ഒ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനെ കുറിച്ച് സംസാരിച്ചാലോ? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ മോസ്റ്റ് ഹൈപ്ഡ് ടോപ്പിക് ഇത് തന്നെയാണ്. കുറെ ആളുകൾ എഫ് ആൻഡ് ഒ ട്രേഡിംഗിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം മാസീവ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ, മണി ലിറ്ററലി മൾട്ടിപ്പിൾ ആവാമെന്നുള്ള ഹോപ്പ് കൊണ്ട്. പക്ഷേ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അതിന്റെ ടാക്സേഷൻ എങ്ങനെയാണെന്ന് ഐഡിയ ഉണ്ടോ? എഫ് ആൻഡ് ഒയിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇൻകം ടാക്സ് റൂൾ മനസ്സിലാകണം. കാരണം കറക്റ്റായി ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ ലോസും ലാഭത്തിലാകാം, ഈവൻ ബെനിഫിഷ്യൽ ആകാം. സോ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എഫ് ആൻഡ് ഒയുടെ ടേൺ ഓവർ കാൽക്കുലേഷൻ എങ്ങനെയാണ്, വിച്ച് ITR ഫോം ടു ഫയൽ, ITR 3 ആണോ ITR 4 ആണോ, സെക്ഷൻ 44 AD ഷുഡ് യു ഓപ്റ്റ് ഫോർ ഇറ്റ്, ലോസ് ഉണ്ടെങ്കിൽ ഓഡിറ്റ് വേണോ, എഫ് ആൻഡ് ഒയിൽ ലീഗലി ടാക്സ് മിനിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്. വി ആർ ഫ്രം മണിധൻ. നിങ്ങൾ കാണുന്നത് മണിധൻ ചാനൽ, സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ഫേം. ടാക്സ് പ്ലാനിംഗ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിവയിൽ എക്സ്പേർട്ട് ഇൻസൈറ്റ്സ് വേണോ? സബ്സ്ക്രൈബ് ചെയ്യൂ മണിധൻ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ഔട്ട് manidhan.com ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻ ഡെപ്ത് റിസോഴ്സ്. എഫ് ആൻഡ് ഒ ട്രേഡിംഗ് ഇതൊരു ബിസിനസ് ആണോ അതോ വെറും ഒരു ഹോബിയോ? ഞാൻ വെറും ഒരു തവണ എഫ് ആൻഡ് ഒ ട്രേഡ് ചെയ്തതാ, അതെന്തിന് ITRൽ കാണിക്കണം? അനേകം ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു. റോങ്. ITRൽ അത് കാണിക്കണം. കാരണം നിങ്ങളുടെ ഓരോ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസും AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലും ട്രാക്ക് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ ഒരിക്കൽ എഫ് ആൻഡ് ഒയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരായാലും, സാലറീഡ് ആണോ, സ്റ്റുഡന്റ് ആണോ, ഹൗസ് വൈഫ് ആണോ, ITRൽ അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇവിടെ വലിയ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. എഫ് ആൻഡ് ഒ ട്രേഡിംഗ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ ട്രേഡ് ചെയ്യുന്നത് ബിസിനസ് ആയാണ്. ലൈക്ക് എ ഷോപ്പ് കീപ്പർ സെൽസ് ഗുഡ്, നിങ്ങളുടെയും എഫ് ആൻഡ് ഒ ട്രാൻസാക്ഷൻസ് ബിസിനസ് ഇൻകം ആണെന്നാണ് കണക്കാക്കുന്നത്. ദാറ്റ് മീൻസ് ITR 3 അല്ലെങ്കിൽ ITR 4 ഫയൽ ചെയ്യണം. ITR 1 അല്ല, ITR 2 അല്ല. എഫ് ആൻഡ് ഒ ഇൻകം ഈസ് കൺസിഡേർഡ് നോ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം. അതുകൊണ്ട് ദയവായി ഇതിന് വെറും ഒരു സൈഡ് ഹസിൽ അല്ലെങ്കിൽ ഹോബിയായി കണക്കാക്കരുത്. ഇത് ഒരു യഥാർത്ഥ ബിസിനസ് ആണ്. അതിനാൽ അതുമായി ബന്ധപ്പെട്ട ടാക്സ് നിയമങ്ങൾ കൃത്യമായി ബാധകമാണ്. ITR 3 വേഴ്സസ് ITR 4. എഫ് ആൻഡ് ഒ ട്രേഡേഴ്സ് എന്താണ് ഫയൽ ചെയ്യേണ്ടത്? നിങ്ങൾ എഫ് ആൻഡ് ഒ ട്രേഡിംഗ് ചെയ്യുന്നതാണെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ITR 4 പെർസെപ്റ്റീവ് ടാക്സേഷൻ അണ്ടർ സെക്ഷൻ 44 AD. പ്രോസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ടേൺ ഓവറിന്റെ 6% പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്താൽ മതി. ആക്ച്വൽ പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. കോൺസ് എക്സ്പെൻസസ് ലൈക്ക് ബ്രോക്കറേജ്, ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി ഒക്കെ സെപ്പറേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ITR 3 റെഗുലർ ബിസിനസ് ഇൻകം. പ്രോസ് ബ്രോക്കറേജ്, ട്രാൻസാക്ഷൻ ചാർജസ്, ഇന്റർനെറ്റ് ബിൽ, കറണ്ട് ബിൽ ഒക്കെ ഡിഡക്ട് ചെയ്യാം. ആക്യുറേറ്റ് പ്രോഫിറ്റ് കാണിക്കാൻ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കോൺസ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, P&L സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് ഷീറ്റ് എക്സെട്ര. ഇവിടെയാണ് ട്രിക്കി പാർട്ട്. നിങ്ങൾ ഒരിക്കൽ സെക്ഷൻ 44 AD ITR 4 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനുശേഷം കുറഞ്ഞത് 5 വർഷം അതിൽ തുടരണമെന്നതാണ് നിയമം. അതിനുശേഷം നിങ്ങൾ ITR 3ലേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾക്ക് 44 AD വീണ്ടും തിരഞ്ഞെടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് നഷ്ടം വന്നാലും ഓഡിറ്റ് നിർബന്ധമായിരിക്കും. സോ പ്ലാൻ വൈസ്ലി. ഷോർട്ട് ടേം ഈസി പാത്ത് അല്ല, ലോങ് ടേം സ്ട്രാറ്റജിയാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരു സിമ്പിളായ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇയർ 1 നിങ്ങൾ എഫ് ആൻഡ് ഒ ട്രേഡിംഗിലൂടെ ₹50 lakhs വരെ ടേൺ ഓവറും ₹5 lakhs വരെ പ്രോഫിറ്റും സമ്പാദിക്കുന്നു. ഇത് ശ്രദ്ധയിൽ വെച്ച് നിങ്ങൾ സെക്ഷൻ 44 AD പ്രകാരമുള്ള ITR 4 ഫയൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അക്കോർഡിംഗ് ടു 44 AD ഡിക്ലെയർ ചെയ്യേണ്ടത് either 6% of turnover equal to ₹3 lakhs or actual profit equal to ₹5 lakh.
whichever is higher. So, you declare rupees 5 lakhs. Since total income rupees 5 lakhs ആണെന്നതുകൊണ്ട് സെക്ഷൻ 87A പ്രകാരം rupees 12,500 ടാക്സ് റിബേറ്റ് ലഭിക്കും. സോ ദ ഫൈനൽ ടാക്സ് പേയബിൾ 0. കൂളാണല്ലേ? ഇയർ 2. നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി വലുതായിരിക്കുന്നു, അതായത് 2.5 കോടി വരെ ടേൺ ഓവർ. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ നഷ്ടം നേരിടേണ്ടി വരുന്നു. ഇവിടെയാണ് ട്രിക്കി സിറ്റുവേഷൻ. ഇഫ് യു സ്റ്റിക്ക് ടു 44AD, നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത് 6% ഓഫ് 2.5 crore ഈക്വൽ ടു 15 lakhs ആസ് ഇൻകം. ഇതൊക്കെയായിട്ടും നിങ്ങൾക്ക് വാസ്തവത്തിൽ 6 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും സെക്ഷൻ 44AD പ്രകാരം നിങ്ങൾക്ക് ടേൺ ഓവറിന്റെ 6% ലാഭമായി ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്, അതായത് 15 lakhs. നഷ്ടം വന്നിട്ടും നികുതി അടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തുന്നു. ഇതാണ് ട്രിക്കി സിറ്റുവേഷൻ. നിങ്ങൾക്ക് തോന്നും, ശരി, ഈ വർഷം ITR 3 മാറി ആക്ച്വൽ നഷ്ടം കാണിച്ചാലോ? വലിയ തെറ്റാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കൽ സെക്ഷൻ 44AD തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് 5 വർഷം അതിൽ തുടരണമെന്നാണ് നിയമം. ഇത് നടപ്പിലാക്കിയ ശേഷം അതിനു മുമ്പ് ITR 3 മാറിയാൽ ഓഡിറ്റ് നിർബന്ധമായിരിക്കും, ഈവൻ ഇഫ് യു മെയ്ഡ് എ ലോസ്. നിങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് 44AD ഉപയോഗിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിന്റെ മോറൽ എന്താണ്? നിങ്ങൾ സ്ഥിരമായി ലാഭം കാണിക്കുന്ന ട്രേഡർ ആണെങ്കിൽ സെക്ഷൻ 44AD ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ നിങ്ങളുടെ ട്രേഡിംഗിൽ വലിയ ടേൺ ഓവറും നഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷങ്ങളുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായി ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ 44AD തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്യൂച്ചർ ട്രേഡിംഗ് പാറ്റേൺ ശ്രദ്ധിച്ച് തന്നെ ലോങ് ടേം ആലോചനയോട് കൂടി തീരുമാനമെടുക്കേണ്ടത്. 44AD തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം. ഞാനിത് 5 വർഷം തുടർച്ചയായി പിന്തുടരാൻ തയ്യാറാണോ? നിങ്ങൾക്ക് അതിൽ ഉറപ്പില്ലെങ്കിൽ സേഫ് ഓപ്ഷൻ ആദ്യം തന്നെ ITR 3 ഉപയോഗിച്ച് തുടങ്ങുക. F&O ടേൺ ഓവർ കാൽക്കുലേഷൻ. പലർക്കും ഇതാണ് മേജർ കൺഫ്യൂഷൻ. സോ ലെറ്റ് സിംപ്ലിഫൈ ഇറ്റ്. ഇമാജിൻ നിങ്ങൾ ഇന്ന് 3 ട്രേഡ്സ് ചെയ്തു. ട്രേഡ് 1 50,000 രൂപ പ്രോഫിറ്റ്, ട്രേഡ് 2 30,000 രൂപ ലോസ്, ട്രേഡ് 3 40,000 രൂപ പ്രോഫിറ്റ്. സോ ടേൺ ഓവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടേൺ ഓവർ ഈക്വൽ ടു പ്ലസ് 50,000 പ്രോഫിറ്റ് ഫ്രം ട്രേഡ് 1 പ്ലസ് 30,000 ലോസ് ഫ്രം ട്രേഡ് 2, യെസ്, ആസ് എ പോസിറ്റീവ് നമ്പർ, പ്ലസ് 40,000 പ്രോഫിറ്റ് ഫ്രം ട്രേഡ് 3. ടോട്ടൽ ടേൺ ഓവർ 1,20,000 rupees. ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കൂ. വി ആർ ആഡിംഗ് അബ്സലൂട്ട് വാല്യൂസ്. ലോസും സബ്സ്ട്രാക്ട് ചെയ്യാറില്ല, ആഡ് ആകുന്നതാണ്. കീ ടേക്ക് അവേ: പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഡസൻ മാറ്റർ. ടേൺ ഓവറിൽ എല്ലാം പോസിറ്റീവായി ആഡ് ചെയ്യണം. ടേൺ ഓവർ ഈസ് നോട്ട് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്. ടാക്സ് ലയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നെറ്റ് പ്രോഫിറ്റ്. ഓഡിറ്റ് റിക്വയർമെന്റ്സ് ഡിപ്പെൻഡ് ഓൺ ടേൺ ഓവർ. Audit rules and limits, that's coming up next. Stay tuned. When is audit mandatory in F&O trading? Rule is super simple. If your turnover exceeds rupees 10 crore, audit is 100% mandatory. No shortcuts, no expectations, no periods. പക്ഷേ ഇതിന് താഴെയാണെങ്കിലും rupees 10 crore ഇല്ലെങ്കിലും ഓഡിറ്റ് still ആവാൻ ചാൻസ് ഉണ്ട് ഇൻ ദീസ് കേസസ്. നിങ്ങൾ സെക്ഷൻ 44AD തിരഞ്ഞെടുക്കുകയാണെങ്കിലും നിങ്ങൾ പ്രഖ്യാപിച്ച പ്രോഫിറ്റ് 6% താഴെയോ അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ അപ്പോൾ ഓഡിറ്റ് നിർബന്ധമാകുന്നു. എന്തുകൊണ്ട്? സെക്ഷൻ 44AD പ്രകാരം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടേൺ ഓവറിന്റെ കുറഞ്ഞത് 6% ലാഭം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അതിൽ കുറവാണ് പ്രോഫിറ്റ് കാണുന്നതെങ്കിൽ സർക്കാർ പറയും, ശരി, എന്നാൽ പ്രൂവ് ഇറ്റ്. അതിനർത്ഥം ഓഡിറ്റ് ആവശ്യമാണ്. നിങ്ങൾ മുമ്പ് 44AD ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴൊന്നും ITR 3 നോർമൽ ടാക്സേഷനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ട്രിക്കി പാർട്ട്. ഒരു പ്രാവശ്യം 44AD തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കുറഞ്ഞത് 5 വർഷം തുടരണമെന്നാണ് നിയമം. നടുവിൽ മാറ്റാൻ ശ്രമിച്ചാൽ ഓഡിറ്റ് നിർബന്ധമാകും. സോ ബിഫോർ ഗോയിങ് ഫോർ 44AD just for convenience, think long term. Are you okay sticking with it for 5 years? If not, better start with ITR 3 itself. Audit rules are strict, so play it smart. Losses in F&O. ഇതിനെ ടാക്സ് ബെനിഫിറ്റ് ആക്കി മാറ്റാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് ട്രേഡേഴ്സ് ചെയ്യുന്നത്.
ലോസ് വന്നാൽ ITR ഫയൽ ചെയ്യാറില്ല. വൈ ഈസ് ദിസ് എ മിസ്റ്റേക്ക്? കാരണം F&Oയിൽ വന്ന നഷ്ടങ്ങൾ 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയും. ഇത് ഭാവിയിലുള്ള പ്രോഫിറ്റിനെതിരെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനായി ജൂലൈ 31 ITR ഫയൽ ചെയ്തിരിക്കണം. സെറ്റ് ഓഫ് എക്സാമ്പിൾ: നിങ്ങൾക്ക് 1 ലക്ഷം F&O ലോസ് ഉണ്ട്, പിന്നെ 2 ലക്ഷം സാലറി ഇൻകവും ഉണ്ട്. ദെൻ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 2 lakh minus 1 lakh is equal to 1 lakh only. That's a legit tax saving. Now, even if you are in loss, ITR ഫയൽ ചെയ്യണം ജൂലൈ 31 മുമ്പ്. ഫ്യൂച്ചറിലെ ടാക്സ് ഒക്കെ ലീഗലി റെഡ്യൂസ് ചെയ്യാൻ ഇതാണ് ഈസിയസ്റ്റ് വേ. ഓഡിറ്റ് അപ്പോൾ ആവശ്യമായതല്ല. വെൻ ഈസ് ഓഡിറ്റ് നോട്ട് റിക്വയർഡ്? ഒരു സിമ്പിൾ റൂൾ മനസ്സിലാക്കണം. ടേൺ ഓവർ 10 കോടിയുടെ താഴെയാണ്. സെക്ഷൻ 44AD ഓപ്റ്റ് ചെയ്യുമ്പോൾ യു ആർ ഡിക്ലെയർ അറ്റ്ലീസ്റ്റ് 6% പ്രോഫിറ്റ്. ഈ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ ഓഡിറ്റ് ആവശ്യമില്ല. യു ക്യാൻ ഫയൽ യുവർ ITR വിത്തൗട്ട് എനി CA ഓഡിറ്റ് ഹെഡേക്ക്. CA ഓഡിറ്റ് ഫീസ് ഫോർ F&O ട്രേഡേഴ്സ്. ഓഡിറ്റ് ആവശ്യമായിരിക്കുമ്പോൾ നിങ്ങളുടെ ടേൺ ഓവറിനും ട്രേഡിംഗിന്റെ കോംപ്ലക്സിറ്റിയും അനുസരിച്ച് CAയുടെ ഫീസ് വ്യത്യസ്തമായിരിക്കും. ടേൺ ഓവർ അപ് ടു 5 crore ₹50,000 to ₹30,000. 5 crore to 10 crore ₹30,000 to ₹50,000. ₹10 crore മുകളിലുള്ളവർ ₹50,000 to ₹1 lakh പ്ലസ്. ഇത് അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ്. ലൊക്കേഷൻ ആൻഡ് CA എക്സ്പീരിയൻസ് അനുസരിച്ച് വേരി ചെയ്യും. ചിലർ ഓഡിറ്റ് ഒഴിവാക്കാൻ അവരുടെ പ്രോഫിറ്റ്സ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് സ്മാർട്ടായി സ്ട്രാറ്റജൈസ് ചെയ്യാറുണ്ട്. ബിഫോർ യു ബ്ലൈൻഡ്ലി ഗോ ഫോർ സെക്ഷൻ 44AD, കൺസൾട്ട് a CA. One wrong move equal to audit plus penalties plus higher tax burden. Conclusion: സ്മാർട്ട് ആകൂ, ടാക്സും ട്രേഡിംഗും സാവധാനം ഹാൻഡിൽ ചെയ്യൂ. If you are trading in futures and option F&O, treat it like a proper business, not just a casual side hustle. That means audit avoid ചെയ്യാൻ turnover and tax rules മനസ്സിലാക്കണം. Correct ITR form ITR 3 or ITR 4 ചൂസ് ചെയ്യണം based on your trading style. ഓഡിറ്റ് എപ്പോൾ ആവശ്യമുണ്ട്, എപ്പോൾ വേണ്ട എന്നറിയണം. ലീഗലി മാക്സിമം ടാക്സ് ബെനിഫിറ്റ് എടുക്കണം വിത്തൗട്ട് ബ്രേക്കിംഗ് റൂൾസ്. ലെറ്റ്സ് ബി റിയൽ. ടാക്സേഷൻ പ്ലസ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഇവയൊക്കെ സൂപ്പർ കോംപ്ലക്സ് ആണ്. പറയാതെ വയ്യ, ഇന്ത്യയിൽ കൂടുതലായും ആളുകൾ സേവ് ചെയ്യുന്നതിലും കൂടുതലാണ് ടാക്സ് കൊടുക്കുന്നത്. ദാറ്റ്സ് എ സിറ്റുവേഷൻ റൈറ്റ് നൗ. സോ ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ട്രേഡിംഗ്, യു നീഡ് എ പ്രോ ഹൂസ് ട്രൂലി ഓൺ യുവർ സൈഡ്. Not just tax filing, real guidance for smarter money moves. We are from Manithan, a SEBI-registered investment advisory firm. Subscribe to you for more expert content. Visit manithan.com for tools, resources and updates. Trade smart, file smart and grow smart. SEBI-registered investment advisor RIA hire cheyu. No commissions, no conflicts, only you. Most so-called advisors ഇന്ന് എന്താണ് ചെയ്യുന്നത്? They are selling your products like mutual funds, insurance, stock tips, brokerage commissions, all for their profit, not yours. But a real SEBI registered RIA, completely different game. No commissions, no brokerage cuts, no hidden agenda. Just pure, unbiased, fee-only advice designed to grow your wealth. 100% transparency because the only person they earn from is you, for their honest expertise. So, if you want real, conflict-free advice that focuses on your profits, your tax savings, your long-term financial growth, then don't wait. Hire a SEBI-registered investment advisor, RIA, today. Make smarter decisions, keep more profits, trade responsibly, stay fully compliant. If you find this video helpful, like, subscribe, and let's build real wealth the right way with Manithan.